ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളാണ്. നമ്മളിപ്പോൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായി തന്നെ ചെയ്തു തീർക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഏതു പരീക്ഷ ആയിക്കോട്ടെ, വരാൻ വേണ്ടി പോകുന്ന LGS ആയിക്കോട്ടെ, 10th പ്രിലിംസോ അല്ലെങ്കിൽ 10th മെയിൻസോ ആയിക്കോട്ടെ, വരാൻ വേണ്ടി പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ, ഏതു പരീക്ഷകൾക്കും +2 ലെവൽ പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല എല്ലാ പരീക്ഷകൾക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു. നമ്മളിപ്പം ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ വഴി നൽകിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കയറി നോക്കുക. നാറ്റോയുടെ ആയാലും ഹരിത വിപ്ലവത്തിന്റെ ആയാലും നമ്മളെ പാഠപുസ്തകങ്ങളുടെ ക്ലാസ്സുകളായാലും ഒക്കെ നമ്മൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തു തീർക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്നുമുണ്ട്. അതാണ് നമ്മുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു നോട്ടുകളിൽ നിന്ന് കൃത്യമായ രീതിയിൽ, അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ നിന്ന് കൃത്യമായ രീതിയിൽ ചോദ്യങ്ങൾ കടന്നു വരുന്നു എന്നത് നമുക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ മോട്ടിവേഷനോ മറ്റ് വിവരങ്ങളോ ഒന്നുമല്ല, ക്ലാസ്സുകളാണ് നമുക്ക് പ്രധാനമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ക്ലാസ്സും അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി പറ്റും. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ PSCയെ കുറ്റം പറഞ്ഞ് നടക്കുക എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒന്നും പഠിക്കാതെ മോട്ടിവേഷനോ മറ്റു മാത്രം കേട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പൊ അവരോട് നമ്മൾ കുറച്ച് ദൂരം ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയുക, അകലം പാലിക്കാൻ വേണ്ടി പറയുക. കൃത്യമായി എന്ത് ചെയ്യുക, പഠിക്കുന്നവർ പഠിച്ചു പോവുക. നിങ്ങളൊരു 100 പേര് അല്ലെങ്കിൽ 200 പേർ അല്ലെങ്കിൽ ഒരു 300 പേരാണ് വീഡിയോ കാണുന്നെങ്കിൽ ആ 300 പേർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുക. ഇന്ന് നമ്മൾ മൗലിക കർത്തവ്യങ്ങളാണ്. അതായത് നമ്മുടെ പരീക്ഷയിൽ നമുക്ക് ഇതിൽ നിന്നല്ലാതെ മറ്റൊരു ചോദ്യം വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ ഒരുപാട് മുൻവർഷങ്ങൾ, ഒരുപാടെന്നല്ല, ഈ അടുത്ത കാലങ്ങളിൽ ചോദിച്ച മുഴുവൻ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലായിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കടന്നു വരുന്നത്. ഇനി അല്ലാതെ കടന്നു വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയകൾ കൂടി നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതൊക്കെ നോക്കുകയാണ്. അതായത് മുഴുവൻ മാർക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കരസ്ഥമാക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ചോദ്യങ്ങളെ നോക്കാം. കഴിഞ്ഞ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? മൗലിക കർത്തവ്യങ്ങളെന്നും മൗലിക കടമകൾ എന്നും പറയുന്നുണ്ട്, ഓർക്കുക. അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നാണ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. 2. പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക. 3. ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക. 4. ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. ഓപ്ഷന് തന്നിട്ടുണ്ട്. ഇതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ്. ബാക്കി 3, അതായത് പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, മൗലിക കടമകളിൽ പറയുന്നതാണ്. ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, മൗലിക കടമകളിൽ പറയുന്നതാണ്. ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക, മൗലിക കടമകളിൽ പറയുന്നതാണ്. എന്നാൽ ഇത് പറയുന്നുണ്ടോ? ഇത് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം മാത്രം എന്താണ്, തെറ്റാണ്. 6 മുതൽ 18 എന്ന് പറയുന്നത് മാത്രം തെറ്റാണ്, ബാക്കി ശരിയാണ്. പക്ഷെ 6 മുതൽ 14 വരെ എന്നതാണ് ഇവിടെ ശരിയായ ഉത്തരം. 6 മുതൽ 14 വയസ്സ് പ്രായമുള്ള കുട്ടികളെ, അതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. മൗലിക കടമകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ 11ാമത്തെ മൗലിക കടമകളായിട്ടാണ് ഇത് കടന്നു വരുന്നത്. ഏറ്റവും അവസാനത്തെ മൗലിക കടമകളായിട്ട് 2002 ഉൾപ്പെടുത്തിയ മൗലിക കടമകളിലാണ് 6 മുതൽ 14 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ സി 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 മാർക്ക് കിട്ടി. അടുത്തൊരു ചോദ്യമുണ്ട്. ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. PSC ഡിലീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്. എങ്കിലും നമുക്ക് നോക്കാം. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? 1. വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. 2. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 12 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ്. ഓപ്ഷൻ നോക്കാം. 1 and 2, 2 and 3, all of the above, only 1 and 3. ഇതിലേതാണ്? വകുപ്പ് 51A
മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ വകുപ്പ് 51A ഉൾപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്, ഇത് ശരിയാണ്. ഇനി ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ശരിയാണോ? ഇവ തെറ്റാണ്. കാരണം 4A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 4A. ഇനി 12 മൗലിക കർത്തവ്യങ്ങളാണ് നമുക്കുള്ളത്. ശരിയാണോ? ഇതും തെറ്റാണ്. 11 മൗലിക കർത്തവ്യങ്ങളാണ് നമുക്കുള്ളത്. 11 മൗലിക കർത്തവ്യങ്ങൾ. അപ്പൊ എന്താണ്? 2ഉം 3ഉം തെറ്റാണ്. 2ഉം 3ഉം തെറ്റാണ്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. അപ്പൊ ഇതിൽ ശരിയായത് 1 മാത്രമാണ്. അപ്പൊ ഓൺലി 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഉത്തരം ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. ഓൺലി 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിലില്ല, അതുകൊണ്ടാണ് ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കുക. 51A 3A അല്ല, ഭാഗം 4A ആണ്. 12 മൗലിക കർത്തവ്യങ്ങളില്ല, 11 മൗലിക കർത്തവ്യങ്ങളാണ് നിലവിലുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇനി മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇവിടെയും സെയിം ചോദ്യം, പക്ഷെ ചോദ്യത്തിന്റെ രീതി ഒന്ന് മാറിയെന്ന് മാത്രം. ഇത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചു. ഇവിടെ എന്താണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞു 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ഇനി അടുത്തത് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? മൗലിക കടമകൾ എന്ന ആശയം ഏത് രാജ്യത്തിന്റെ? USSR എന്നാണ്. USSR അതാരാണ്? റഷ്യ. റഷ്യയുടെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ്, മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന്, മൗലിക കടമകൾ റഷ്യയിൽ നിന്ന്. വ്യക്തമായി തന്നെ അവിടെ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് വീണ്ടും ഇതാ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞു ഭാഗം 4A. ഭാഗം 4A എന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം വന്നത് ഇങ്ങനെയാണ്: മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി. മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. അവിടെ സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു മൗലിക കടമകളെ കുറിച്ച് ശുപാർശ നൽകുന്നതിനായി 1976 രൂപീകരിച്ചതാണ് ആര്? സ്വരൺ സിംഗ് കമ്മിറ്റിയെ. ഓക്കെ, അടുത്ത 22ാമത്തെ ചോദ്യം, 22 എന്ന് വെച്ചാൽ വേറൊരു ചോദ്യ പേപ്പറിലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന: 1, രാജ്യത്തിനു വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. 2, ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. ഇത് വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. ഇത് ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഏതാണ് ശരി? ഇത് നമുക്ക് 1ഉം 3ഉം ശരി എന്ന് വേണമെങ്കിൽ പറയാം. 1ഉം 3ഉം ശരിയാണ്. ഏത് പ്രായത്തിലുള്ളതെന്ന് മൗലിക കർത്തവ്യങ്ങളുമായി പറയുന്നില്ല. 6 മുതൽ 14 വയസ്സ് വരെ എന്നാണ് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം 1ഉം 3ഉം എന്നതാണ്. 1ഉം 3ഉം എന്നതാണ്. അടുത്തത് ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇത് നമുക്ക് ഇതിലായി വരുന്നതല്ല, എന്നാൽ നോക്കാം. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഇത് ഇന്ത്യക്ക് ഒരു മതമുണ്ട്. ഇത് തെറ്റാണ്. ബാക്കി 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം സി ആണ് ഉത്തരം വരുന്നത്. അടുത്ത മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 23ാമത്തെ അതായത് വന്ന ഒരു ചോദ്യമാണ്: ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? നമ്മൾ പറഞ്ഞു 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്
മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞു. 11ാമത് മാത്രമാണ് 2002 വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിശദമായിട്ട് അതൊക്കെ പരിചയപ്പെടും. ഇത്രയുമാണ് ചോദ്യങ്ങൾ ഇതുവരെ കൃത്യമായി വന്നിട്ടുള്ളത്. ഇനി മൗലിക കർത്തവ്യങ്ങൾ താഴെ പറയുന്ന ഓരോ പൗരന്റെയും കർത്തവ്യമായിരിക്കും. ആ കർത്തവ്യങ്ങൾ 11 മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ എന്താണ് ഇവിടെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. 11 മൗലിക കർത്തവ്യങ്ങളാണ് നിലവിൽ ഇതുവരെ ഉള്ളത്. ഇത് നിങ്ങൾ ക എന്ന് കണ്ട് വിചാരിക്കണം. എ എന്നത് അവര് മാറിപ്പോയത്. എ എന്നുള്ളത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അത് ക എന്ന് വന്നതാണ്. ABCD എന്ന രീതിയിലാണ് നോക്കാം. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചേക്കുക. ഒന്നാമത്തെ മൗലിക കർത്തവ്യം എന്ന് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. ഒന്ന്, ഭരണഘടനയെ അനുസരിക്കുക, കൂടാതെ അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന്. ഭരണഘടനയുടെ ആദർശങ്ങൾ, സ്ഥാപനങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവ ആദരിക്കുക. രണ്ടാമത് വരുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങൾ എന്ത് ചെയ്യുക? പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. 3, ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. മറ്റൊന്ന്, രാജ്യത്തെ കാത്തുസൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. രാജ്യത്തെ കാത്തുസൂക്ഷിക്കുക. രാജ്യത്തെ കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. അതുമാത്രമല്ല, ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടും, അപ്പോൾ എന്ത് ചെയ്യണം? അത് അനുഷ്ഠിക്കുക. ഓക്കെ, അതും പറയുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നതാണ് എത്രണ്ണായി? 2, 3, 4. അഞ്ചാമത് പറയുന്നത് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. അഞ്ചാമതായി പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മതപരം, ഭാഷാപരം, പ്രാദേശികപരം, വിഭാഗീയപരമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ എന്ത് ചെയ്യണം? സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തണം. കൂടാതെ സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക, അതായത് ഒഴിവാക്കുക എന്നുകൂടി പറയുന്നുണ്ട്. ആറാമത് പറയുന്നത് എന്താണ്? നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. നമുക്ക് വൈവിധ്യങ്ങളാർന്ന ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. വൈവിധ്യമാർന്ന ഇന്ത്യ എന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും അവ നിലനിർത്തുകയും ചെയ്യുക. അതാണ് 6. ഏഴാമത് വരുന്ന ഒരു പോയിന്റ് ആണ് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. അതാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും. വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ ഇവ ഉൾപ്പെടുന്ന പ്രകൃതിയാ ഉള്ള ഒരു പരിസ്ഥിതിയുണ്ട്. ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കണം, അവയെ അഭിവൃദ്ധിപ്പെടുത്തണം, കൂടാതെ ജീവികളോട് കാരുണ്യം കാണിക്കുകയും വേണം. അതും നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ പറയുന്നുണ്ട്. എട്ടാമതായി പറയുന്നത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാട് വേണം. ശാസ്ത്രീയ കാഴ്ചപ്പാടും മനുഷ്യത്വവും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും എന്ത് ചെയ്യുക? വികസിപ്പിക്കുക എന്നുകൂടെ പറയുന്നുണ്ട്. 9ാമായി പറയുന്നത് പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. അതായത് പൊതുസ്വത്ത് സംരക്ഷിക്കണം, അതിന്റെ കൂടെ അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. 9ാമായി പറയുന്നു. 10ാമതായി പറയുന്നത് രാഷ്ട്രം യത്നത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്കു വേണ്ടി അധ്വാനിക്കുക. അതായത് രാഷ്ട്രം യത്നത്തിന്റെ ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം, നമ്മുടെ രാഷ്ട്രത്തെ നിരന്തരം ഉയരത്തക്കവണ്ണം എന്ത് ചെയ്യണം? വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്കു വേണ്ടി അധ്വാനിക്കുക. ഇതാണ് 10ാമത്തെ പോയിന്റ്.
11ാമത്തെ പോയിന്റ് ആണ് ഇപ്പൊ നമ്മുടെ എല്ലാ പരീക്ഷകളിലും കടന്നു വരുന്ന ഒന്ന്. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ തന്റെ സംരക്ഷണയിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താക്കളോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക. ഇതാണ് ഇപ്പോൾ നമ്മുടെ പരീക്ഷയിൽ കടന്നു വരുന്നത്. അതായത് 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ തന്റെ സംരക്ഷണയിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താക്കളോ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തണം. ഇതാണ് 11ാമത്തെ മൗലിക കർത്തവ്യങ്ങൾ. ഇങ്ങനെ 11 മൗലിക കർത്തവ്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഇതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കണം. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഭരണഘടന അനുസരിക്കുക, പതാക, ദേശീയഗാനം, ആദർശങ്ങൾ, സ്ഥാപനങ്ങൾ, പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങൾ പരിപോഷിപ്പിക്കുക, പിന്തുടരുക. രാജ്യത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക. രാജ്യത്തെ കാത്തു സംരക്ഷിക്കുക. ദേശീയ സേവനം ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുക. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവും വൈവിധ്യങ്ങൾക്ക് അതീതമായ ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും സൗഹാർദ്ദവും സഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. നമ്മുടെ വൈവിധ്യമായ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അതുപോലെ പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതു സ്വത്ത് പരിരക്ഷിക്കുകയും അക്രമം ചെയ്യുക, ഉപേക്ഷിക്കുകയും ചെയ്യുക. രാഷ്ട്രത്തിന്റെ യത്നത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായവുമായ പ്രവർത്തനത്തിൽ എല്ലാ മണ്ഡലങ്ങളും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. കൂടാതെ 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ തന്റെ സംരക്ഷണയിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക എന്നും കൂടെ പറയുന്നുണ്ട്. ഇനി അടിസ്ഥാന കടമകളുടെ പ്രാധാന്യം എന്താണ്? ഭാഗം 4A പറയുന്ന മൗലിക കടമകളുടെ പ്രാധാന്യം, അതായത് മൗലികാവകാശങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് മൗലിക കടമകൾ. അതിന്റെ അടിസ്ഥാന പ്രാധാന്യം നോക്കാം. ഒന്ന്, അവർ ഇന്ത്യൻ പൗരന്മാരെ അവരുടെ സമൂഹത്തോടും സഹപൗരന്മാരോടും രാഷ്ട്രത്തോടുമുള്ള കടമയെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ഇന്ത്യൻ പൗരന്മാരെ അവരുടെ സമൂഹത്തോടും സഹപൗരന്മാരോടും രാഷ്ട്രത്തോടുമുള്ള കടമയാണ് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, മൗലിക കർത്തവ്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരന്മാരെ, നമ്മളെ ഓരോരുത്തരും പൗരന്മാരായ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തോടുള്ള ആ ഒരു കടമ, സഹപൗരന്മാരായിട്ടുള്ള ആളുകളോടുള്ള നമ്മുടെ മറ്റാളുകളോടുള്ള കടമ, രാഷ്ട്രത്തോടുള്ള കടമ എന്നിങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. 2, ദേശവിരുദ്ധവും സാമൂഹിക വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്കെതിരെ അവർ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ദേശവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്കെതിരെ എന്താണ്? മുന്നറിയിപ്പ് നൽകുന്നു. പൗരന്മാരെ പ്രചോദിപ്പിക്കുകയും അവർക്കിടയിൽ അച്ചടക്കവും പ്രതിബദ്ധതയും വളർത്തുകയും ചെയ്യുന്നു. പൗരന്മാരെ പ്രചോദിപ്പിക്കുകയും അവർക്കിടയിൽ അച്ചടക്കവും പ്രതിബദ്ധതയും വളർത്തുകയും ചെയ്യുന്നു. ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുന്നതിനും നിർണ്ണയിക്കുന്നതിനും കോടതികളെ സഹായിക്കുന്നു. നിയമത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുന്നതിനും നിർണ്ണയിക്കുന്നതിനും കോടതികളെ സഹായിക്കുന്നു. ഇതാണ് എന്താണ് അടിസ്ഥാന കടമകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. കടമകളുടെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. ഇത് മുൻപരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും, ഓർത്തു വെക്കുക. ഇനി ഈ മൗലിക കർത്തവ്യങ്ങളുടെ ലംഘനത്തെ കുറിച്ചാണ്. മൗലിക കർത്തവ്യങ്ങളുടെ ലംഘനത്തെക്കുറിച്ചും അതിനുള്ള പരിഹാരത്തെക്കുറിച്ചും ഭരണഘടനയിൽ പ്രത്യേക പരാമർശങ്ങളില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മൗലിക കർത്തവ്യങ്ങൾ ലംഘിച്ചാൽ അതിനുള്ള പരിഹാരത്തെക്കുറിച്ച് ഭരണഘടനയിൽ എവിടെയും പ്രത്യേക പരാമർശങ്ങളൊന്നും പറയുന്നില്ല. ഇനി മൗലിക കർത്തവ്യങ്ങൾ ന്യായവാദത്തിന് അർഹമാണോ എന്ന് ചോദിച്ചാൽ ന്യായവാദത്തിന് അർഹമല്ലാത്തവയാണ്. അതായത് മൗലിക കർത്തവ്യങ്ങൾ ഒരാൾ ചെയ്തില്ല എന്ന് കരുതി അയാൾക്കെതിരെ കോടതിയിൽ പോവാൻ സാധിക്കില്ല എന്നർത്ഥം. മൗലിക കർത്തവ്യങ്ങൾ ന്യായവാദത്തിന് അർഹമല്ലാത്തവയാണ്. മൗലിക കർത്തവ്യങ്ങൾ ന്യായവാദത്തിന് അർഹമല്ലാത്തവയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് കോടതിയിൽ പോകാൻ വേണ്ടി സാധിക്കില്ല. ചില കേസുകൾ ഇത് നിയമമാക്കിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കോടതിയിൽ പോവാം. അല്ലാത്ത മൗലിക കർത്തവ്യങ്ങൾക്ക് ന്യായവാദത്തിന് അർഹമല്ലാത്തവയാണ്. ഇനി 10 മൗലിക കർത്തവ്യങ്ങൾ നിലവിൽ വന്നപ്പോഴാണ് 1977 ജനുവരി 3-നാണ്. 1977 ജനുവരി 3-നാണ് മൗലിക കർത്തവ്യങ്ങൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്തായത്? പ്രാബല്യത്തിൽ വന്നത്. ഏതാണ്? 1977 ജനുവരി 3-നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 42ാം ഭേദഗതിയുടെ ചരിത്രമാണ് നമ്മൾ നോക്കുന്നത്. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥക്കാലം. ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975-ലാണ്. ഈ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് പൗരന്മാർക്കായുള്ള മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ സജീവമാകുന്നത്. അതായത് ഈ ഒരു 1975 അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടി മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ സജീവമാകുന്നത്. ഇതിന്റെ ഭാഗമായി 1976 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി
സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. ഇതിന്റെ ആ ഒരു ഭാഗമായിട്ടാണ് 76-ല് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും പഠിക്കുകയായിരുന്നു കമ്മിറ്റിയുടെ ദൗത്യം എന്ന് പറയുന്നത്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവുമായിരുന്നു ഈ കമ്മിറ്റിയുടെ പ്രധാന ദൗത്യം. മൗലിക കർത്തവ്യങ്ങൾക്കായി പുതിയ അധ്യായം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണമെന്നായിരുന്നു കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശം. അതായത് പുതിയ അധ്യായം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണം. ഈ നിർദ്ദേശം അംഗീകരിച്ച കോൺഗ്രസ് സർക്കാർ 1976-ൽ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾക്ക് ഭരണഘടനയിൽ ഇടം നൽകി. അതായത് ഈ ഒരു നിർദ്ദേശം അംഗീകരിച്ച കോൺഗ്രസ് സർക്കാർ എന്ത് ചെയ്തു? 1976-ൽ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് മൗലിക കർത്തവ്യങ്ങൾക്ക് ഭരണഘടനയിൽ ഇടം നൽകി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഈ സമയത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്നത്. അപ്പൊ ഇടം നൽകി. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ അനുഭവിക്കുന്നതിനൊപ്പം രാജ്യത്തിനായി ചില കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പൗരന്മാരെ ബാധ്യസ്ഥരാക്കുക കൂടിയാണ് ഈ ഭേദഗതി ലക്ഷ്യം വെച്ചത്. ഈ ഒരൊറ്റ കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 42-ാം ഭരണഘടനാ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നത്. 42-ാം ഭരണഘടനാ ഭേദഗതിയെ ചെറു ഭരണഘടന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തിയ, ഭരണഘടനയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ മാറ്റങ്ങൾ വരുത്തിയ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. ഇനി 1948-ലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ അനുച്ഛേദം 29(1) ഓരോരുത്തർക്കും സമൂഹത്തോട് ചില കർത്തവ്യങ്ങളുണ്ടെന്നും എങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ പൂർണ്ണവും സ്വതന്ത്രവുമായ വികാസം സാധ്യമാകൂ എന്നും പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന്റെ കൂടി വെളിച്ചത്തിലാണ് മൗലിക കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്വരൺ സിംഗ് കമ്മിറ്റി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതായത് 1948-ലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആർട്ടിക്കിൾ 29(1) ഓരോരുത്തർക്കും സമൂഹത്തോട് ചില കർത്തവ്യങ്ങളുണ്ടെന്നും എങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ പൂർണ്ണവും സ്വതന്ത്രവുമായ വികാസം സാധ്യമാകൂ എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ കൂടി വെളിച്ചത്തിലാണ് മൗലിക കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്വരൺ സിംഗ് കമ്മിറ്റി നിർദ്ദേശം വെച്ചത്. നിർദ്ദേശക തത്വങ്ങൾക്ക് സമാനമായി അനുച്ഛേദം 51(a)-ൽ പറയുന്ന മൗലിക കർത്തവ്യങ്ങളും നിയമപരമായി പരിഹാരമില്ലാത്തവയാണ്. ഇതാണ് നമ്മൾ, അതായത് നിർദ്ദേശക തത്വങ്ങൾക്ക് സമാനമായിട്ടാണ് 51(a)-ൽ മൗലിക കർത്തവ്യങ്ങളും നിയമപരമായി പരിഹാരമില്ലാത്തവയാണ് എന്ന് പറയുന്നത്. അപ്പൊ നിർദ്ദേശക തത്വങ്ങളും എന്താണ്? നിയമപരമായി പരിഹാരമില്ലാത്തവയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ ലംഘിച്ചെന്ന് കരുതി കോടതിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെയാണ് മൗലിക കർത്തവ്യങ്ങളും എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ഇന്ത്യൻ പൗരൻ മേൽപ്പറഞ്ഞ മൗലിക കടമകൾ നിർവഹിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിക്ക് ആ വ്യക്തിക്കെതിരെ കേസെടുക്കാനാവില്ല എന്നർത്ഥം. പക്ഷേ ആ കടമ ഒരു നിയമമായി പാർലമെന്റ് പാസാക്കിയിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ തന്നിരിക്കുന്ന മൗലിക കടമകളിൽ 11 മൗലിക കടമകളിൽ ഏതെങ്കിലും ഒന്ന് നിയമപരമായി പാർലമെന്റ് പാസാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാത്തവരെ ശിക്ഷിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. 1971-ൽ പാസാക്കിയ നാഷണൽ ഓണർ ആക്ട്, അതായത് നമ്മുടെ ഭരണഘടന, ദേശീയഗാനം, ദേശീയഗീതം അടക്കമുള്ള കാര്യങ്ങളില്ലേ, അതിനെ ബഹുമാനിക്കുന്ന ഒരു ആക്ട്. അങ്ങനെ 71-ൽ അത്തരത്തിൽ നാഷണൽ ഓണർ ആക്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് സംരക്ഷിച്ചിട്ടോ ദേശീയ പതാകയൊന്നും മര്യാദയ്ക്ക് എടുത്തിട്ടില്ലെങ്കിലോ ദേശീയഗീത ആ കാര്യങ്ങളൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കും. പിന്നെ 76-ലെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, 72-ലെ വന്യജീവി സംരക്ഷണ നിയമം എന്നിവ മൗലിക കർത്തവ്യങ്ങളെ ആധാരമാക്കി പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ 3 നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഈ നിയമങ്ങൾ പ്രകാരമുള്ളത് ലംഘിച്ചാൽ എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ ലംഘിച്ചാൽ കേസ് എടുക്കാനുള്ള അവകാശങ്ങളുണ്ട് ഈ ആക്ടിൽ പറയുന്നത് പോലെ. ഓക്കെ, ഇതുകൂടി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് 3 നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. 71-ൽ നാഷണൽ ഓണർ ആക്ട്, 76-ൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, 72-ൽ വന്യജീവി സംരക്ഷണ നിയമം. ഓക്കെ, ഇതവിടെ ഓർത്തു വെക്കുക. ഇനി മൗലിക കർത്തവ്യങ്ങളും കേസുകളുമാണ്. കുറച്ചധികം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന് ചന്ദ്രഭവൻ ബോർഡിംഗ് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ എന്നതാണ്. ചന്ദ്രഭവൻ ബോർഡിംഗ് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ. അത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് നടന്ന കേസാണിത്. മിനിമം വേതന നിയമം നടപ്പാക്കണമോ വേണ്ടയോ എന്ന ചോദ്യവുമായി 1967-ൽ സുപ്രീം കോടതിയിലെത്തിയ ഒരു കേസിൽ നിർണായകമായ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. രാജ്യത്തെ പൗരന്മാർക്ക് അവകാശങ്ങൾ മാത്രമല്ല ചില കർത്തവ്യങ്ങൾ കൂടി കൽപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ പോരായ്മയാണെന്ന് കോടതി വിമർശിച്ചു.
ഭരണഘടനയുടെ ഭാഗം 4 പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ ക്ഷേമരാജ്യ നിർമ്മാണത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ അത് സാധ്യമാകണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിയമം പാസ്സാക്കണമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതാണ് ചന്ദ്രഭവൻ ബോർഡിംഗ് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ. പിന്നീട് എയിംസ് സ്റ്റുഡന്റ് യൂണിയൻ വേഴ്സ് എയിംസ് ആണ്. 2001 സുപ്രീം കോടതി വിധി പറഞ്ഞ കേസിൽ ഏതെങ്കിലും റിട്ടുകൾ മുഖേന മൗലിക കർത്തവ്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കില്ലെങ്കിലും ഭരണഘടനാപരമായും നിയമപരമായും അവയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് സുപ്രീം കോടതി 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. അതായത് റിട്ടുകൾ മുഖേന മൗലിക കർത്തവ്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കില്ല എങ്കിലും ഭരണഘടനാപരമായും നിയമപരമായും അവയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. മൗലികാവകാശങ്ങൾക്ക് സമാനമായ പ്രാധാന്യം മൗലിക കർത്തവ്യങ്ങൾക്കുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾക്ക് സമാനമായ പ്രാധാന്യം മൗലിക കർത്തവ്യങ്ങൾക്കുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പോലെ മൗലിക കർത്തവ്യങ്ങളുടെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതാണ് എയിംസ് സ്റ്റുഡന്റ് യൂണിയൻ വേഴ്സ് എയിംസ്. അടുത്തത് മോഹൻകുമാർ സിംഗാനിയ യൂണിയൻ ഓഫ് ഇന്ത്യ. മോഹൻകുമാർ സിംഗാനിയ യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള ട്രെയിനിങ് കാര്യക്ഷമമല്ലാതാക്കുന്നതിനെ ചോദ്യം ചെയ്ത് 92-ൽ സമർപ്പിക്കപ്പെട്ട ഹർജിയാണിത്. അനുച്ഛേദം 51A ജെയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ളവരുടെ പരിശീലനത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകണമെന്ന് ജസ്റ്റിസ് രത്നവേൽ പാണ്ഡ്യൻ കമ്മിറ്റി ഉത്തരവിട്ടു. രാഷ്ട്രം യത്നത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്നാണ് ആർട്ടിക്കിൾ 51A ജെയിൽ പരാമർശിക്കുന്നത്. അതാണ് നോക്കേണ്ടത്. അടുത്ത MC മെഹ്ത 2 വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ. അനുച്ഛേദം 51A GA അടിസ്ഥാനമാക്കി 1983 സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസാണിത്. രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രകൃതി സംരക്ഷണവും പരിപാലനവും ആഴ്ചയിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പഠിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി. അടുത്തത് റൂറൽ ലിറ്റിഗേഷൻ ആൻഡ് എൻടൈറ്റിൽമെന്റ് കേന്ദ്ര വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ആണ്. മസൂറിയിലെ മലനിരകളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ റിട്ട് രൂപത്തിൽ സുപ്രീം കോടതിയിലെത്തിയ കേസാണിത്. 1985 കോടതി ഈ കേസിൽ വിധി പറയുന്നത്. അനുച്ഛേദം 51A G അനുസരിച്ച് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയോടുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക എന്നത് സർക്കാരിന്റെ മാത്രമല്ല പൗരന്മാരുടെ കർത്തവ്യമാണെന്ന് കോടതി വ്യക്തമാക്കി. പ്രകൃതി സംരക്ഷിക്കുകയും പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞ കോടതി മസൂറിയിലെ ഖനന കേന്ദ്രത്തിൽ ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തി എന്ന് പറയുന്ന ആ ഒരു കേസ് കൂടി. ഇത്രയും കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായി നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. 1999 വന്നതാണ്. ചില മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അതാണ് വർമ്മ കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ് 1999 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വസ്തുതകളാണ്, ഇത്രയും കാര്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒന്നുകൂടെ നമ്മുടെ ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതാണ് ഞാൻ ഒന്നും കൂടി പറയാം. 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 2006 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 11ാമത് മൗലിക കടമകൾ എന്ത് ചെയ്തത്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 11ാമത് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തമായി തന്നെ അത് പഠിച്ചു പോകണം കേട്ടോ. അതാണ് ഇവിടെ ഒന്ന് വിട്ടുപോയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, 2002 ആണ് 11ാമത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. അത് 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 86-ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 11ാമത്തെ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെയും രക്ഷകർത്താക്കളുടെയും കടമയാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതവിടെ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക, ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും വസ്തുതകളാണ് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുക. പിന്നെ നമ്മൾ 10th പ്രിലിംസിന് വേണ്ടി സെക്രട്ടേറിയറ്റ് ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നെങ്കിലും നമ്മൾ പ്യൂണ് അതുപോലെ സ്റ്റോർ കീപ്പർ എല്ലാത്തിനും ഉൾപ്പെടുന്ന ഒരു സിലബസ് ആണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രിലിംസ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ക്രാഷ് ബാച്ച് കൂടി ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഡെയിലി വീഡിയോ ഓഡിയോ ക്ലാസ്സുകൾ, ഡെയിലി CA ക്ലാസ്, PDF നോട്ടുകൾ, SCRT ക്ലാസ്സുകളും നോട്ടുകളും, വീക്ക്ലി ക്യൂസ്, മോക്ക് ടെസ്റ്റ്, PYQ അനാലിസിസ്. ഇപ്പൊ നമ്മൾ ഡെയിലി ക്യൂസ് എന്ന രീതിയിലേക്കാണ് ഇത് കൊണ്ടുപോവുക. ഇങ്ങനെ ഉള്ളൊരു ക്ലാസ് ആണ്. നമ്മൾ 330 രൂപ തന്നെയാണ് ഇതിനും നമ്മൾ ഏർപ്പെടുത്തുന്നത്. 73066263 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും
ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്